സോ ഗൈസ് വെൽക്കം ബാക്ക് റേഷൻ്റെ പുതിയ വീഡിയോ. സോ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഭരിക്കുന്ന കുറച്ച് പേരാണ് എടുക്കാൻ പോകുന്ന കാര്യം. ഇവരൊക്കെ ഓൾറെഡി വിളിച്ചിട്ടുണ്ട് ബിഗ് ബോസ്. പിന്നെ ഇവർക്ക് ഇവരേതായ തിരക്ക് കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എന്നാലും നമുക്ക് ലിസ്റ്റ് നോക്കാം. പക്ഷേ എപ്പോഴും ഫേമസ് ആയവർ മാത്രമേ അതിലേക്ക് വിളിക്കുള്ളൂ. സാധാരണക്കാരെ വിളിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഓഡീഷനൊക്കെ ഫേക്ക് നടക്കുന്നുണ്ട്. ചെന്നാലൊന്ന് വിടരുതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നേരെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ ഇല്ല. ഓക്കെ. സോ ഗൈസ് തൊപ്പിയാണ് ആദ്യം വരാൻ പോകുന്നത്. ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ തൊപ്പിയുടെ ഫാൻസൊക്കെ ഇടിഞ്ഞ് കേട്ടോ. ഞാൻ തൊപ്പിക്ക് വേണ്ടി മാത്രമായിട്ടൊരു വീഡിയോ ചെയ്തായിരുന്നു. ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്താൽ കാര്യം തൊപ്പി ഇത്ര ഫേമസ് അല്ലേ എന്ന് പറഞ്ഞാൽ തൊപ്പിയെക്കുറിച്ച് വീഡിയോ ചെയ്തായിരുന്നു. തൊപ്പി വരുന്നുണ്ട്, തൊപ്പി ലൊട്ട ഫാൻസൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞ് തൊപ്പിക്ക് ഫാൻസൊന്നും ഇല്ല കേട്ടോ. ഒരാൾ പോലും കമൻറ്റ് ഇട്ടില്ല തൊപ്പി ഫാൻസ് എവിടെയെന്ന്. ഭയങ്കര രീതിയിൽ തൊപ്പിയുടെ ഫാൻസൊക്കെ ഇടിച്ച് പോയിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഇത് പ്രണവ് കൊച്ചുവാണ്. ഓക്കെ, പേരെനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടില്ല. പ്രവി കൊച്ച്, പ്രണവ് കൊച്ച് എന്തുകൊണ്ട് സംഭവം. പുള്ളിക്കാരൻ ഡാൻസറൊക്കെയാണ്. പക്ഷേ സോഷ്യൽ മീഡിയ ഇപ്പം ഒരു ചെറിയ കലിപ്പൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. പുള്ളിക്കാരനെ വിളിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാര്യം അല്ലാതെ തന്നെ പുള്ളിക്കാരൻ്റെ യൂട്യൂബിൽ ഇഷ്ടംപോലെ സബ്ബൊക്കെ ഉണ്ട്. നമുക്കൊന്നും സബ്ബില്ലടേ. എന്തിടെ നീയൊക്കെ സബ് അടിക്കാത്ത ഓടെ എന്നിട്ട് പറയാം. സോ ഗേസ് നെക്സ്റ്റ് നമുക്ക് നോക്കാം. പക്ഷേ പ്രണവ് കൊച്ചും പിന്നെ അതുപോലെ തന്നെ ഇവനൊരു കാമുകയുണ്ട്. കാര്യം ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞൂടെ. പക്ഷേ സോഷ്യൽ മീഡിയ ഇവർ തമ്മിൽ ഇഷ്ടത്തിലാവണം എന്നും പറഞ്ഞൊരു ഫാൻ ബേസൊക്കെ അക്കൗണ്ടൊക്കെ ഉണ്ട്. അതിൽ തന്നെ ഇഷ്ടം പോലെ ഫാൻസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ റിയൽ അക്കൗണ്ടിൽ പോലും ആരുമില്ല കാണാൻ പോലും. ഇത് നായമ്മ മന കാണുമ്മ. സോ ഗേസ് സോ നെക്സ്റ്റ് പ്രണവ് കൊച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ്. എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരുപാട് പേരെ വിളിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ഈ സോഷ്യൽ മീഡിയ ഭരിക്കുന്നവരായിരിക്കും കൂടുതൽ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ടാണ് അവരെ കൂടുതൽ വിളിക്കാൻ നോക്കുന്നത്. അല്ലാതെ വേറെ ഉണ്ടെന്നല്ല. പിന്നെ സീരിയലുള്ളവരെ വിളിച്ചാലും അവർക്ക് അവരും വരട്ടെ, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും. സോ ഗേസ് നേരെ ഓപ്പോസിറ്റ് വരാണെങ്കിൽ കല്യാണി 333 ആണ്. പുള്ളിക്കാരി ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലേ. കാര്യം പുള്ളിക്കാരി നേരത്തെ കാണിച്ച പുള്ളിക്കാരൻ തമ്മിൽ ഇഷ്ടത്തിലാണ് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. ഇവർ തമ്മിൽ രണ്ടുപേരും ഇന്നേ അവർ ഒരിക്കലും പറഞ്ഞിട്ടില്ല അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്നോ ഫോട്ടോസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും തന്നെ ഫേക്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ഇഷ്ടത്തിലെന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ തന്നെ ഏറ്റെടുത്ത സംസാരം കാര്യങ്ങളും. അപ്പോൾ ഇനി ഇവർ രണ്ടുപേരും ഒരുമിച്ച് ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ചിറങ്ങുമ്പം തുടക്കം മാംഗല്യം തന്തുനാനീനം എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ ഇട്ട് വരാം. പിന്നെ പുള്ളിക്കാരി ഇപ്പം ഈ പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരൊക്കെ അൺഫോളോ അടിച്ച് പോകേണ്ട ഒരു കാര്യം. പുള്ളിക്കാരി പിന്നെ കമ്മിറ്റഡ് ആവും. പിന്നെ ഞാനും ഫോളോ ചെയ്യുന്നുണ്ട്, ഞാനും മെസ്സേജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കാരി ഇന്നേരം നോക്കിയിട്ടില്ല. യാഥാർത്ഥ്യം ഞാൻ അതിൽ പറയുന്നത് ആഗ്രഹിക്കുന്നു. സോ ഗേസ് എന്തായാലും നമുക്കത് കറക്റ്റായിട്ട് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കറക്റ്റായിട്ട് പറഞ്ഞത്. സോ കല്യാണി 333 പുള്ളിക്കാരി ഇത് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പുള്ളിക്കാരി ഇൻബോക്സ് എടുത്ത് നോക്കണം. ഞാൻ ഡെയിലി അയക്കാറെങ്കിലും മാസത്തിൽ ഒരു ദിവസമൊക്കെ ഹായ് ഹോയ് എന്നൊക്കെ അയച്ചിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കാരി വേണ്ടിയിട്ടില്ല. സോ അതൊക്കെ അവരുടെ പ്രൈവസി കാര്യം. ഇനി തിരിച്ച് എനിക്ക് റിപ്ലൈ തന്നാൽ പോലും ഞാൻ തിരിച്ചു വിട്ടില്ല, പകരം വീട്ടാനുള്ളതാണ്. സോ ഗേസ് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ടിക്ടോക്കുള്ള സമയത്ത് റാണി എന്ന് തന്നെ വേണം പറയാൻ. ഇപ്പോഴും റാണി തന്നെയാണ്. സോ ഗേസ് വേറെ ആരുമല്ല. ഫോട്ടോ കണ്ടപ്പോൾ നിങ്ങൾ ഞെട്ടി. ഇത് അമല അക്കയാണ്. സോ ഗേസ് അമല അക്കയ്ക്ക് ഇഷ്ടംപോലെ ഫാൻസ് ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഹേറ്റേഴ്സും ഉണ്ട്, ഇഷ്ടംപോലെ ഫാൻസും ഉണ്ട്. കാര്യം എത്ര ഹേറ്റേഴ്സ് ഉണ്ടെങ്കിൽ പോലും പുള്ളിക്കാരി അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. മനസ്സിലായി. അങ്ങനെ പ്രതികരിക്കുന്നത് കണ്ടിട്ടില്ല. പുള്ളിക്കാരുടെ അമ്മയൊക്കെ ഇടയ്ക്ക് ചെന്തിനൊക്കെ വേണ്ടി പ്രതികരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അങ്ങനെ പ്രതികരിക്കുന്ന രീതിയിലുള്ള കണ്ടിട്ടില്ല. പുള്ളിക്കാരി അമ്മയായാലും പിന്നെ വേറൊരു മോളും ഉണ്ട്, അമൃതയുണ്ട്. ആ അമൃത വലിയ രീതിയിലുള്ള ഒരു കോലൊക്കെ സൃഷ്ടിച്ചിട്ടില്ല. മീൻസ് ഫാൻ ബേസിൽ കൂടുതലും അമലയാണ് ഫാൻ ബേസ് ഭയങ്കര രീതിയിലുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നുവെച്ചാൽ ഒരു ഹാർട്ട് ത്രോ എന്നൊക്കെ പറയാമില്ല, അങ്ങനത്തെ സംഭവം. തമിഴ്നാട്ടിൽ പയ്യന്മാർക്ക് ഇഷ്ടമാണ്, മലയാളികൾക്കും ഓൾമോസ്റ്റ് കുറേ ഇഷ്ടമാണ്. പക്ഷേ ഈ പെൺകുട്ടികൾക്കൊന്നും വളരെ ഇഷ്ടമല്ല ഈ പുള്ളിക്കാരിയെ. അപ്പോൾ പിന്നെ ഓൾമോസ്റ്റ് പയ്യന്മാർ നമുക്ക് ഇഷ്ടമല്ല. പക്ഷേ ഇവരെ വീഡിയോ വരുന്നപ്പോൾ എല്ലാവരും ഇരുന്ന് കാണുകയും ചെയ്യും. എനിക്കിഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലി എനിക്കിഷ്ടമാണെന്ന് വെച്ചാൽ ഇഷ്ടമാണെങ്കിൽ ഓക്കെ അങ്ങനെയാണല്ലോ. ഞാൻ ഈ പുള്ളിക്കാരി വീഡിയോ ഒന്നും കാണാറില്ല. പക്ഷേ ടിക്ടോക്കുള്ള സമയത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ സൂം ചെയ്ത രീതിയിൽ ക്യാമറയിൽ വീഡിയോ ഒക്കെ ചെയ്ത ഒരേ ഒരു വ്യക്തി പുള്ളിക്കാരി തന്നെയായിരുന്നു, വേറെ ആരും ഇല്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്യാമറയൊക്കെ പണ്ട് കാലത്ത് നമ്മൾ റീലൊക്കെ ചെയ്ത സമയത്ത് സൂം ചെയ്ത് എന്ന് വെച്ചാൽ നല്ല മുഖം മാത്രം ക്ലോസ് ആക്കി വീഡിയോസ് ചെയ്ത പുള്ളിക്കാരിയാണ്. സോ നെക്സ്റ്റ് അനുമോളാണ്. അനുമോളിനെ അറിഞ്ഞില്ലാത്ത കാര്യമില്ല. സോ ഇത് ഓൾമോസ്റ്റ് സ്റ്റാർ മാജിക്കൊക്കെ ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വ്യക്തി തന്നെയാണ്. അല്ലാതെ നമ്മളിപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. സ്റ്റാർ മാജിക്കിലൂടെ വന്നതാണ്. സ്റ്റാർ മാജിക് 1, 2, 3, 4 അങ്ങനെ എന്തോ പോയിട്ടുണ്ട് ഇല്ലേ മൊത്തത്തിൽ. അപ്പോൾ അതിൽ മൊത്തത്തിലുണ്ടായിരുന്ന അനുമോളാണ്. അങ്ങനെ അനുമോളിൽ ഓൾമോസ്റ്റ് എനിക്കൊന്ന് കഴിഞ്ഞ വർഷമൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അനുമോളിൽ പോയിട്ടില്ല, മനസ്സിലായില്ലേ. ഇപ്പം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം അല്ലെങ്കിൽ ഇവരെയൊക്കെ ഓൾറെഡി വിളിക്കുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെയൊക്കെ മുമ്പത്തെ എല്ലാ സീസണൊക്കെ ആകുമ്പോൾ ഇവരെ അങ്ങോട്ട് വിളിക്കുന്നതാണ്. പിന്നെ ഇവർക്ക് ഇവരേതായ തിരക്കും കാര്യങ്ങളൊക്കെ കാണുമല്ലോ. അപ്പോൾ ഇവർ പിന്നെ മീൻസ് പോകാത്തത്, മനസ്സിലായില്ലേ. ഇവർക്ക് ചിലപ്പം അത് ഇഷ്ടപ്പെടില്ല, ചിലപ്പോൾ അവർക്ക് അവിടെ കരാറ് കാണും, മനസ്സിലായില്ല. അങ്ങനെയൊക്കെ ഉണ്ടാകും. അങ്ങനെ അതുകൊണ്ടൊക്കെ അറിയും പോകത്ത്. അപ്പോൾ അനുമോൾ ഈ പ്രാവശ്യം സീസണിലെ ലിസ്റ്റിലും ഉണ്ട്. വരണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കേണ്ട അവരവരുടെ കാര്യങ്ങളാണ്.
സോ ഗൈസ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. പിന്നെ അടുത്ത ആളെ അടുത്തെന്ന് വെച്ചാൽ അടുത്ത ഫ്ലവേഴ്സിലുള്ള ഗൗരിയുടെ അടുത്തേക്കാണ് പോകുന്നത്. ഗൗരി എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഗൗരി ഇപ്പോൾ നല്ല ഫെയിം ആയത്. ഗൗരി ഓൾറെഡി ഫെയിം ആണെന്ന് വെച്ചാൽ ഗൗരി ഓൾറെഡി ഫെയിം അല്ലായിരുന്നു. ഗൗരി ആ കുറച്ചുകൂടായിരുന്നു. ഗൗരി ചക്കപ്പഴമാണോ മാമ്പഴമാണോ മാമ്പഴം അതെന്തു ഉപ്പുമുളകും 2 ആണെന്നുണ്ടല്ലേ. യെസ്, ഉപ്പുമുളകും 2-ലാണ് പുള്ളിക്കാരി പിന്നെയും വന്നത്. അങ്ങനെ സോഷ്യൽ മീഡിയ പിന്നെയും പുള്ളിക്കാരുടെ കൈകളിൽ ഭദ്രം. പിന്നെ ആ മുറ സിനിമയിലൊക്കെ ചെറിയ സീനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാരി ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. പിന്നെ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇട്ട് അങ്ങനെ എല്ലാവർക്കും അറിയാവുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇവരൊക്കെയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയാം. ഇനിയും കുറേ പേരുണ്ട്. ഞാൻ ലിസ്റ്റ് കുറച്ചിട്ടിട്ടുള്ളൂ. കാര്യം കുറേ ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തോന്നുന്നു എന്തുവാടി ഇത് എല്ലാവരും ഉണ്ട് തോന്നുന്നത്. കാര്യം മെയിനായിട്ട് വിളിക്കാൻ പോകുന്ന കുറച്ച് ആൾക്കാർ ഞെട്ടിട്ടുള്ളൂ. വെറുതെ ഇങ്ങനെ ചവറ് കണക്കിന് ലിസ്റ്റ് ഇടാതിരിക്കുകയാണ് നല്ലതെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ലിസ്റ്റ് ഇടാത്തത്. പിന്നെ ഇത് ഞാനിപ്പം ഇട്ടതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ റോഡിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ഇട്ടത്. അപ്പോൾ സാധാരണക്കാർക്ക് ഓഡീഷനുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മറക്കണ്ട. സോ ഗേസ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുന്നുണ്ട്, അഭിപ്രായം രേഖപ്പെടുത്തുക. നിങ്ങളെല്ലാവരും കണ്ടിട്ട് പോകാതെ അളിയെ കമൻറ്റൊക്കെ ഇടലേ അങ്ങോട്ട് കയറി. എന്താണ് നിങ്ങൾ കമൻറ്റൊന്നും ഇടാത്തത്? കമൻറ്റൊക്കെ ഇട്ടല്ലേ പവർ വരുള്ളൂ. അങ്ങോട്ട് പവർ വരട്ടെ. നിങ്ങൾ കമൻറ്റ് ഇടലേ, സംസാരിക്കുക. കമോൺ. ഓക്കെ ഗൈസ്, ബൈ.